ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു എല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാവരും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ക്ലാസ്? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ശ്രദ്ധിച്ചിരിക്കണേ. ഡ്രോ എ സ്ക്വയർ വിത്ത് ഈച്ച് സൈഡ് 3 centimeters. മാർക്ക് ഓഫ് 1 centimeter ഫ്രം ദ ലെഫ്റ്റ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് ആൻഡ് ജോയിൻ ദം. നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടല്ലേ. ആ സ്ക്വയറിൻ്റെ ഈച്ച് സൈഡ്, ഓരോ സൈഡും എത്ര സെൻറ്റിമീറ്ററാണ്? 3 centimeter അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1 centimeter നീങ്ങി ഒരു പോയിൻ്റ് ഇടുക. അതുപോലെ തന്നെ ബോട്ടം സൈഡിലും ഇതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നും നീങ്ങി 1 centimeter നീങ്ങി ഒരു പോയിൻ്റ് ഇടുക. എന്നിട്ട് ആ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എക്സാമിന് ഫിഗർ തരും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ഇവിടെ ഒരു സ്ക്വയറാണ്, പിന്നെയോ ഓരോ സൈഡും എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 centimeter ആണ്. 1 centimeter അവിടെ നിന്ന് ഒരു ലൈൻ താഴത്തോട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇവിടെ ഫസ്റ്റ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്നാന്നോ, വിച്ച് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ദ സ്മോളർ റെക്റ്റാങ്കിൾ? അതായത് വിച്ച് പാർട്ട് ഓഫ് ദ സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏത് പാർട്ടാണ് ഈ സ്മോളർ റെക്റ്റാങ്കിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് പാർട്ടാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, അതായത് നമ്മൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 centimeter അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ടോട്ടൽ 3 centimeter ആയതുകൊണ്ട് ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ, നമ്മൾ 1 centimeter എടുത്താൽ മതിയില്ലേ. ഇവിടെ ഒരു 1 centimeter. ഇപ്പോൾ ഈക്വൽ അല്ലേ നോക്കി, ഈ ലെങ്ത്തും ഈക്വൽ അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ താഴത്തോട്ട് ഒരു ലൈൻ വരയ്ക്കണേ. താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ എത്ര പാർട്സ് ഉണ്ട്? 1 2 3 പാർട്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ പാർട്ട് എന്താണ്? 1/3. ഓക്കെ, ഇനി ഇത്രയും പാർട്ട് എന്താണ്? അതും 1/3. ഇതും 1/3. ഇനി ഈ പാർട്ടും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? അതായത് 1/3 പ്ലസ് 1/3 എന്ന് പറയുന്നത് എന്താണ്? 2/3 ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്മോളർ പാർട്ട് എന്തോരമാണ്? 1/3. മനസ്സിലായോ? അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ദ സ്മോളർ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 1/3 അല്ലെങ്കിൽ 1/3 പാർട്ട്. ഓക്കെ, 1/3 പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ദി സ്മോളർ റെക്റ്റാങ്കിൾ. ഓക്കെ, സ്മോളർ റെക്റ്റാങ്കിൾ. ഇതാണ് എന്ത്? ഫസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായ എല്ലാവർക്കും? ഇനി ആൻഡ് ദ ലാർജർ, അതായത് ഈ ലാർജർ പാർട്ട് എന്തോരാന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ 2/3 എന്ന്. അപ്പോൾ 2/3 നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ 2/3 2/3. അപ്പോൾ 2/3 പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ദി ലാർജർ റെക്റ്റാങ്കിൾ എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? 2/3 പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് ദി ലാർജർ പാർട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ പാർട്ട്
എന്തോരം ആണെന്നൊക്കെ അറിയാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആദ്യം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. നിങ്ങൾ പെട്ടെന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ്ട് ആ സ്മോളർ പാർട്ടിനെ നിങ്ങൾ ഒരിക്കലും 1/2 എന്ന് പറയരുത്. ഓക്കെ, അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു വരയല്ലേ വരച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ 1/2 എന്ന് പറയരുത്. നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പറയാനായിട്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ എല്ലാവരും എത്ര എഴുതിയെടുത്തോ? പെട്ടെന്ന് എഴുതിയെടുത്തേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതായത് ഇവിടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നതെന്നോ, കളർ ദ 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് ദ 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, 1 സെക്കൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതെന്താണ് 1/3, ഇതെന്താണ് 2/3. നമ്മളവിടെ എന്താ പറഞ്ഞേക്കുന്നത്, കളർ ദ 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് ദ 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. അപ്പോൾ ഇവിടെ എന്ത് വെച്ച് കളർ ചെയ്യണം, റെഡ് വെച്ച് കളർ ചെയ്യണം. ഇവിടെയോ ഗ്രീൻ വെച്ച് കളർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും കളർ ചെയ്യുന്ന ഇഷ്ടമാണോ? അപ്പോൾ നമുക്ക് കളർ ചെയ്താലോ. നമുക്ക് റെഡ് എടുക്കാവേ, റെഡ് എടുത്തു. എന്നിട്ട് നമുക്ക് കളർ ചെയ്താലോ. നമുക്കിവിടെ റെഡ് വെച്ച് കളർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിവിടെ റെഡ് വെച്ച് കളർ ചെയ്തേ. ഇനി നമ്മളോട് ഈ 2/3 പാർട്ടിൽ എന്ത് വെച്ചാൽ കളർ ചെയ്യണ്ടേ, ഗ്രീൻ വെച്ചാലേ. അപ്പം നമുക്ക് ഗ്രീൻ കളർ എടുക്കാം. നമ്മുടെ ഗ്രീൻ കളർ എടുത്തു. എന്നിട്ടോ നമുക്കിവിടെ കളർ അടിക്കാം. നമ്മളിവിടെ കളർ അടിച്ചു. മനസ്സിലായോ? എളുപ്പമല്ലേ? അപ്പം നിങ്ങളും ഇതുപോലെ കളർ അടിക്കണം കേട്ടോ. ഇനി ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈസ് ദർ അനദർ വേ ഓഫ് ഡിവൈഡിങ് ദ സ്ക്വയർ ഇൻടു 1/3 ആൻഡ് 2/3 പാർട്സ്? നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുക വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇങ്ങനെ 1/3ഉം 2/3 പാർട്സൊക്കെ ആയിട്ട് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ കയ്യിലൊരു വഴിയില്ലേ. ഈ പടം എന്താണ്, തിരിച്ചിട്ടാൽ പോരെ. അതായത് ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം ഒരു 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ വരച്ചേ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത്, പകരം നമ്മൾ ഇവിടെ നിന്നൊരു 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ പോരെ. അപ്പോൾ ഇതെന്തോരുക 1/3, ഇതോ 2/3. മനസ്സിലായോ? അപ്പോൾ ഇത് മൊത്തം 3 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഈ ഒരു ഭാഗം 1 സെൻറ്റിമീറ്റർ, ഇത് മൊത്തമാണ് എന്ത് 3 സെൻറ്റിമീറ്റർ. ഈ ഒരു ചെറിയ ഭാഗമാണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അടിയിലായിട്ട് നിങ്ങൾ ഈ പടം വരച്ച് വയ്ക്കുക കേട്ടോ. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ്. നമ്മളോട് ഇതുപോലൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കെയിലെടുത്ത് 6 സെൻറ്റിമീറ്റർ, നിങ്ങൾ സ്കെയിലെടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. എന്നിട്ടോ 3 സെൻറ്റിമീറ്റർ ലൈൻ നേരെ വളഞ്ഞു പോകാണ്ട് നേരെ വരയ്ക്കുക. ഓക്കെ, പിന്നെ ഇങ്ങടേക്ക് എത്ര സെൻറ്റിമീറ്ററാണ് വേണ്ടേ, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നേരെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് താഴത്തേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ, ഇതോ 3 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? ഇനി കളർ 2/3 ഓഫ് ഇറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് 1/3 വിത്ത് റെഡ്. അപ്പോൾ 3ൽ 2 പാർട്സിനെ ഗ്രീനായിട്ട് കളർ ചെയ്യുക, 3ൽ 1 പാർട്ടിനെ എന്തായിട്ട് കളർ ചെയ്യുക, റെഡായിട്ട് കളർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ 3 പാർട്സാക്കി ഡിവൈഡ് ചെയ്യണ്ടേ ഈക്വലായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്കൊരു 2 സെൻറ്റിമീറ്റർ വെച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആയില്ലേ. ഇനി നമുക്ക് ഒരു ലൈൻ വരയ്ക്കുക ഇതുപോലെ.
ലൈൻ വരയ്ക്കാവേ. ഓക്കെ, ഇനി ഇതിൽ 2/3 എന്ന് പറയുന്നത് എന്താ? ഇതും 1/3, ഇതും 1/3, ഇതും 1/3. ഈ 2 പാർട്സ് കൂടുന്നതല്ലേ 2/3. അതായത് 1/3 പ്ലസ് 1/3 എന്ന് പറയുന്നത് എന്താ? 2/3. അപ്പോൾ ഈ പാർട്ട് എന്താണ്? 2/3. അതിന് എന്ത് വെച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഗ്രീൻ വെച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഗ്രീൻ എടുത്തിട്ട് ഇവിടെ കളർ ചെയ്യാം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 1/3 എന്ത് വെച്ചാൽ കളർ ചെയ്യണ്ടേ? റെഡ് വെച്ച്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ക്രയോൺസ് എടുത്തിട്ട് ഇവിടെ റെഡ് കളർ അടിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന്? ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? എല്ലാവരും അടുത്ത് പോയോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഇതിലുണ്ടായിരുന്ന. ആ 2 ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ആ പാർട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ തന്നെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കളറൊക്കെ അടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുമോ എല്ലാ കാര്യങ്ങളും ചെയ്തോന്ന്? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.